മധ്യകേരളത്തിലെ വിവിധ പള്ളികളിൽ തിരുപ്പിറവി ആഘോഷങ്ങൾ നടന്നു. വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ സെന്റ് ഫ്രാൻസിസ് അസീസിയ കത്തീഡ്രലിൽ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സഭാ ആസ്ഥാനമായ മൗണ്ട് സെന്റ് തോമസിൽ ചടങ്ങുകൾ നടത്തി. വിവരങ്ങളുമായി അശ്വതി ചേരുന്നുണ്ട്. അശ്വതി, നമുക്കറിയാം കൊച്ചിയെ സംബന്ധിച്ച് ആഘോഷമാക്കുകയാണ് ക്രിസ്മസ് എന്നുള്ളത്. കാർണിവലൊക്കെ നടക്കുന്ന സ്ഥലമാണ് കൊച്ചി എന്നുള്ളത്. നമുക്കറിയാം പാതിരാ കുർബാനകളൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു. രാവിലെ എങ്ങനെയാണ് പള്ളികളിലെ കാഴ്ച? വിശ്വാസികളുടെ തിരക്കുണ്ടോ? പ്രത്യേക പ്രാർത്ഥനകളൊക്കെ ഉണ്ടോ? എങ്ങനെയാണ് ക്രിസ്മസ് വിശേഷങ്ങൾ? ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഹാപ്പി ക്രിസ്മസ്. ഇവിടെ കൊച്ചിയിൽ ദേവാലയങ്ങളിൽ രാവിലത്തെ കുർബാന കൈക്കൊള്ളുന്നതിന് വേണ്ടിയിട്ട് ആളുകൾ എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ ആദ്യ കുർബാന നടക്കുകയാണ്. ഇന്നലെ ഇവിടെ വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ പാതിരാ കുർബാനകളും മറ്റ് പ്രാർത്ഥനകളും തിരുപ്പിറവി പ്രാർത്ഥനകളെല്ലാം നടന്നത്. അതുപോലെ തന്നെ സീറോ മലബാർ സഭയുടെ ആസ്ഥാനമായിട്ടുള്ള മൗണ്ട് സെന്റ് തോമസിൽ അവിടെയാണ് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അദ്ദേഹം തിരുപ്പിറവി കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. അതുപോലെ തന്നെ യാക്കോബായ സഭയുടെയും പരിപാടികൾ നടന്നത്. അത് വൈകുന്നേരമാണ്, 6 മണിക്കാണ്. വൈകുന്നേരം 6 മണിക്കാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. അത് ആരക്കുന്നം സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി വലിയ പള്ളിയിലാണ് ശ്രേഷ്ഠ കാതോലിക്കായും മലങ്കര മെത്രാപ്പൊലിത്തയുമായ ആബൂർ മോർ ബെസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ തിരുപ്പിറവി കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. അങ്ങനെ എല്ലായിടത്തും വലിയ ആഘോഷങ്ങളാണ്. മാത്രമല്ല പ്രധാനപ്പെട്ട സഭകളുടെ ആസ്ഥാനങ്ങൾ പലതും ഈ കൊച്ചിയിലാണ്, എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സഭാ അധ്യക്ഷന്മാർ തന്നെ നേരിട്ട് തിരുപ്പിറവി കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നതും ഇവിടെ പല ഈ പ്രധാനപ്പെട്ട ദേവാലയങ്ങളിലും അതുപോലെ തന്നെ സഭാ ആസ്ഥാനങ്ങളിലുമാണ്. ഇന്നിപ്പോൾ ഇവിടെ ആളുകൾ രാവിലെ ആദ്യത്തെ കുർബാന പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാ പള്ളികളിലും വലിയ ആഘോഷങ്ങൾ രാത്രി ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ പ്രാർത്ഥനയോടെ ഈ തിരുപ്പിറവി ദിനം, ക്രിസ്മസ് ദിനം ആഘോഷമാക്കുകയാണ്. ആളുകൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത് വരാപ്പുഴ അതിരൂപതയുടെ ആസ്ഥാന ദേവാലയമാണ്. ക്രൈസ്തവർ മാത്രമല്ല മറ്റ് മതവിശ്വാസികളടക്കം ഇന്നലെ ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനും അതുപോലെ ക്രിസ്തുമസ് സന്ദേശങ്ങൾ കൈമാറുന്നതിനൊക്കെയായി പള്ളികളിൽ ക്രൈസ്തവ വിശ്വാസികളാണ് ആദ്യം